നമസ്കാരം. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI. മക്കളുടെ മുന്നിൽ വെച്ചാണ് ഒന്നാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത് അമ്മയുടെ അറിവോടെയെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത CBI അമ്മയെ രണ്ടാം പ്രതിയും അച്ഛനെ മൂന്നാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. നീതി വേണ്ടത് വാളയാറിലെ പെൺകുട്ടികൾക്കാണ്. ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ അമ്മയുടെ കുറ്റകൃത്യത്തിലെ പങ്ക് മറച്ചുവെക്കപ്പെട്ടു. ആദ്യം അന്വേഷിച്ച പോലീസും മനുഷ്യാവകാശ പ്രവർത്തകരും സത്യം മൂടിവെച്ചു. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള മുതലെടുപ്പിനുള്ള ശ്രമങ്ങളാണോ നടന്നത്? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ PM ശശി, CPM പ്രവർത്തകൻ, CPM നേതാവ്, ശ്രീ കുസുമം ജോസഫ്, സാമൂഹ്യ നിരീക്ഷക, മൃദുല ദേവി, ദളിത് ആക്ടിവിസ്റ്റ്, ശ്രീ CR നീലകണ്ഠൻ, സാമൂഹ്യ നിരീക്ഷകൻ, എച്ചുമുക്കുട്ടി, എഴുത്തുകാരി, സക്കറിയ ജോർജ്, റിട്ടയർഡ് SP എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ താങ്കളുണ്ടായിരുന്നു. ഇപ്പോൾ CBIയുടെ കുറ്റപത്രം വരുമ്പോൾ ആ അമ്മയെ മുൻനിർത്തി നടത്തിയ പ്രക്ഷോഭങ്ങൾ, പോരാട്ടങ്ങൾ, അതിൽ താങ്കൾക്ക് ലജ്ജയുണ്ടോ? ഒരു ലജ്ജയുമില്ല. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇത് അമ്മയെ മുൻനിർത്തിയല്ല പോരാട്ടം തുടങ്ങിയത്. ഞങ്ങളുടെ പോരാട്ടം ഈ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട 2019 ഒക്ടോബറിലെ വിധിക്ക് ശേഷമാണ്. അന്ന് ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയൊന്നുമില്ല, അവരൊക്കെ പാർട്ടിക്കാരുടെ കൂടെയാണ്. അന്ന് ഞങ്ങൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ കാൽനട ജാഥ നടത്തിക്കൊണ്ടാണ് വാളയാർ വിഷയം കേരളത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്. നമ്മുടെ ആവശ്യം വളരെ ലളിതമാണ്. ഈ രണ്ട് കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടു? അതാണ് ആദ്യത്തെ ചോദ്യം. ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പൊ കൊല്ലപ്പെട്ടെങ്കിൽ അതിന് കാരണം അച്ഛനും അമ്മയാണ്. അച്ഛനാണ് കൊന്നെങ്കിലും അമ്മയാണ് കൊന്നെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങളുടെ ആദ്യം മുതലുള്ള നിലപാട്. അച്ഛന്റെ സദാചാരം നോക്കലല്ല ഞങ്ങളുടെ പണി. രണ്ട് കുട്ടികൾ, ഇപ്പൊ അമ്മ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരിയാണെങ്കിൽ പോലും തന്റെ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടാൽ അവർക്ക് ആ കുട്ടികളെ ആര് കൊന്നു എന്നറിയാനുള്ള അവകാശം, അവർ ശിക്ഷിക്കപ്പെടാനുള്ള അവകാശം അവർക്കുണ്ട്. അമ്മയുടെ സദാചാരമല്ല ഇവിടെ വിഷയം. ഇനി പോക്സോ കേസിൽ അമ്മ പ്രതിയാണെങ്കിൽ അമ്മ ശിക്ഷിച്ചോട്ടെ, നമുക്കൊരു വിരോധമില്ല. പക്ഷെ പോക്സോ കേസ് അല്ലല്ലോ ഇവിടെ കേസ്. ഇവിടുത്തെ കേസ് എന്താ? കേസ് രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്നു. അപ്പോഴല്ലേ CBIക്ക് കേസ് വരുന്നു. പോലീസ് ഏറ്റെടുക്കുന്നു, പോലീസ് എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നു. പോലീസ് അന്നൊന്നും അമ്മയ്ക്കെതിരെ ഒരു കേസുമില്ല. അത് കഴിഞ്ഞ് ഹൈക്കോടതി അത് പറയുന്നു. മാത്രമല്ല, ഇതിൽ ഒരാരോപണം, അമ്മ കുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ട് അമ്മയും അച്ഛനും പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നൊരു ആരോപണം അന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു കീഴ്ക്കോടതി. അതിന് ഹൈക്കോടതി വളരെ വ്യക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞു. ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യമുള്ള വീട്ടിൽ ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടാൽ അതിന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന രീതിയല്ല ഉള്ളത്. പ്രത്യേകിച്ചും ബന്ധുക്കളായ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ ആയിക്കോട്ടെ, അതിന്റെ പേരിൽ അമ്മയ്ക്ക് അച്ഛനെതിരെ കേസെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ CBIയുടെ കുറ്റപത്രം എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. ആ മൊഴികളും അച്ഛനും അമ്മയും പറഞ്ഞിട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. അതായത് കുട്ടികളെ പീഡിപ്പിച്ച രണ്ടുപേർ, ഒന്നാം പ്രതിയും അല്ലെങ്കിൽ മുമ്പുള്ള പ്രതികൾ പീഡിപ്പിച്ചു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. അല്ലാണ്ട് വേറെ ആരെയും പ്രതി കിട്ടിയതല്ല. ഇനി ഇത് വേറെ ആരാണ് ഇപ്പൊ ഇവരോട് പറഞ്ഞത്? ഇവരോട് പറഞ്ഞത് ഇപ്പൊ പ്രതികൾ തന്നെയാണെങ്കിൽ അത് വേറെ വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എങ്ങനെ കിട്ടിയെന്നുള്ളത് CBI പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. ഇവര് ഇനി അമ്മ മോശമാണോ? എന്തായാലും ഈ രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് CBI കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ അതിന്റെ ഉയരം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, സെലോഫിൻ ടെസ്റ്റ് റിപ്പോർട്ട്, ഇതെല്ലാം ഇവര് ആത്മഹത്യയല്ല എന്ന് പറയുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആ വഴിക്ക് അന്വേഷിച്ചില്ല? ഞങ്ങൾ പല പ്രാവശ്യം CBI കണ്ടു. ഈ തെളിവ് മുഴുവൻ അവർക്ക് കൊടുത്തു. അമ്മ നുണപരിശോധനയ്ക്ക് തയ്യാറായിരുന്നു അമ്മയച്ഛനും. നമ്മൾ അതാലോചിക്കും. നുണപരിശോധനയ്ക്ക് തയ്യാറായ അമ്മയച്ഛനുമാണ്. അപ്പൊ തീർച്ചയായിട്ടും CBIക്ക് വേണമെങ്കിൽ അമ്മയച്ഛനും നുണപരിശോധന ചെയ്യായിരുന്നു. ഒരു വളണ്ടറി ആയിട്ട് ചെന്നാണ്. പക്ഷെ ചെയ്തില്ല. എന്നിട്ടിപ്പോൾ ഇങ്ങനൊരു വാദം പറഞ്ഞു ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല. ഇനി അമ്മ പോക്സോയിൽ പ്രതിയാണെങ്കിൽ അമ്മ, അച്ഛൻ പോക്സോയിൽ പ്രതിയാണ് അച്ഛൻ, ആരായാലും കുഴപ്പമില്ല. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പോരാട്ടത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്നത് ആ കുട്ടികളുടെ അമ്മയായിരുന്നു ഒരു ഘട്ടത്തിൽ. അത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ എത്തി. അതിന്റെയൊക്കെ മുന്നണിയിൽ ഒരു പ്രതീകമായി ആ അമ്മയും നീതി തേടിയുള്ള പോരാട്ടത്തിലൊപ്പം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഇടപെടലുകളിൽ ഇപ്പോൾ CBI കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാട്ടുന്ന ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നില്ലേ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് 2019 അവസാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അമ്മയുടെ സദാചാരം പരിശോധിച്ചിട്ടില്ല.
ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ഞങ്ങൾ പരിശോധിച്ചത് എന്താ, ഈ 2 കുട്ടികളെ കൊല ചെയ്തിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, അമ്മയാണ് കുറ്റക്കാരിയെങ്കിൽ അമ്മയുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മയെ ശിക്ഷിച്ചോട്ടെ, ആരെ വേണ്ടി ശിക്ഷിച്ചോട്ടെ, നമുക്കതിലൊരു വിഷയമല്ല. നമ്മൾ അമ്മയച്ഛനെ കണ്ടിട്ടല്ല സമരത്തിൽ വന്നത്. പക്ഷേ ഒരമ്മയ്ക്ക് ഇനി അവർ ഏറ്റവും മോശപ്പെട്ട സ്വഭാവ ദൂഷ്യക്കാരിയാണെന്ന് തന്നെ വയ്ക്കുക. ഇനി സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത് ജെൻഡർ ഇതിൽ പൊളിറ്റിക്സിൽ വളരെ തെറ്റായ ഒരു വാക്കാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി ഞാൻ പ്രേക്ഷകർ നിങ്ങൾ ചോദിച്ചതിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവർക്ക് പലരുമായി ബന്ധമുണ്ട് എന്ന് തന്നെ വെക്കുക. അത് സ്വഭാവ ദൂഷ്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാനെന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും തന്റെ 2 മക്കൾ കൊല്ലപ്പെട്ടപ്പോൾ അവരെങ്ങനെ കൊല്ലപ്പെട്ടു, അവരെ പ്രതികൾ ശിക്ഷിക്കണമെന്ന് പറയാൻ അമ്മയ്ക്ക് അവകാശമില്ലേ? അതല്ലേ കേസ്. ഇവിടെ കേസ് എന്തിനാ മാറ്റുന്നത്? കേസിന്റെ പ്രധാന പ്രശ്നം എന്താ? നമ്മൾ നോക്കിക്കോളൂ, സ്ത്രീ പീഡന കേസുകളിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു കാര്യം, ആ പീഡിപ്പിക്കപ്പെട്ട ഇരയുടെയോ വിക്ടിമിന്റെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെയോ സദാചാരമാണ് പ്രശ്നം എന്ന രൂപത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുക. സൂര്യനെല്ലി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതല്ല ഇവിടെ വിഷയം. ഇവിടെ അവരുടെ കുട്ടിയോ അമ്മയോ ഒന്നും എനിക്ക് വിഷയമല്ല. നമ്മുടെ വിഷയം ആ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. ആ കേസ് അട്ടിമറിച്ച ഒരു ഉദ്യോഗസ്ഥൻ, അയാൾക്ക് ഇപ്പൊ IPS കിട്ടി. കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന് IPS കിട്ടി. മറ്റേ വേറൊരു ഉദ്യോഗസ്ഥൻ ചാക്കോ, അയാൾക്ക് പ്രൊമോഷൻ കിട്ടി. അപ്പോ ആരാപ്പതിൽ കുറ്റക്കാരൻ? കൊന്നത് അമ്മയച്ഛനും അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അത് വളരെ ക്ലിയർ ആണ്. മരിച്ചു കിടക്കുമ്പോൾ അവർ വളരെ ദൂരെയായി. എന്തായാലും കൊലപാതകം നടത്തിയതാണ്. ഇപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് തന്നെ വെക്കുക വാദത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞോട്ടെ. അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ കൊന്നു. അങ്ങനെയല്ല, അച്ഛനും അമ്മയും അതിന് പ്രേരണ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടോട്ടെ. നമ്മൾ തമ്മിലൊന്നും നമുക്കിതിലൊരു വിഷയമല്ല. പിന്നെ അമ്മ സമരത്തിന് മുമ്പിൽ വരുന്നതിന് അമ്മയ്ക്ക് ധാർമ്മികമായ അവകാശമുണ്ട്. ഇപ്പോഴും ഈ കുറ്റപത്രം ശരിയാണെങ്കിൽ പോലും, ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CBI ആദ്യം കൊടുത്ത കുറ്റപത്രം തള്ളിപ്പോയതാണ്. അപ്പൊ CBIക്ക് ഇപ്പോഴും ആത്മഹത്യയിൽ നിന്ന് തിരിഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറ്റപത്രത്തിൽ ചില മസാല ആഡ് ചെയ്ത് കൊടുത്തു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ കുറ്റപത്രം ക്വാഷ് ചെയ്യാൻ വേണ്ടി സമരസമിതിയും അമ്മയും കോടതിയിൽ പോകും. ഈ കുറ്റപത്രം ക്വാഷ് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടത് CBI മരണം അന്വേഷിക്കുകയാണ്, കൊലപാതകം അന്വേഷിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, അപ്പോൾ അമ്മ ഇപ്പോൾ പറയുന്നത് പോലീസ് അന്വേഷണമായിരുന്നു ഭേദം എന്ന് തോന്നുന്നു എന്ന നിലയിലാണ്. താങ്കൾക്കും അതേ നിലപാടാണോ ഉള്ളത്? അല്ല, അങ്ങനെ ഞാൻ പറയാൻ പറ്റില്ല. പോലീസ് അന്വേഷിച്ച് എല്ലാം കുളമാക്കിയിട്ടാണല്ലോ. എല്ലാ തെളിവും നശിപ്പിച്ചത് പോലീസല്ലേ ആദ്യഘട്ടത്തിൽ? ഈ കേസിലെ മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് പോലീസല്ലേ? ആ പോലീസ് വീണ്ടും അന്വേഷിക്കണം എന്ന് പറയുന്ന അർത്ഥം. പക്ഷേ അല്ല, ഈ കുറ്റപത്രത്തിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അമ്മയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്നത് വെച്ചിട്ടാണെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പോലും ആരോപണം നേരിടുന്നുണ്ട്. ആയിക്കോട്ടെ, അവരുടെ ഭാഗത്തുനിന്ന് തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അതിന് ശിക്ഷിക്കപ്പെട്ടോട്ടെ. ഞാൻ പറയുന്നത് തെളിവ് നശിപ്പിച്ചതല്ലല്ലോ. തെളിവ് നശിപ്പിച്ച 2ാമത്തെ കുറ്റമല്ലേ? ആദ്യത്തെ കുറ്റം എവിടെ? CBIക്കും പോലീസിനും ഈ കേസ് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? പോക്സോ കേസല്ലല്ലോ. 2 കുട്ടികൾ മരിച്ച കേസാണ്. ആ മരിച്ച കേസിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അത് CBI കണ്ടെത്തിയോ? ഞങ്ങൾ CBI ചോദിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? കൊലപാതകം ഞങ്ങൾ അന്വേഷിക്കാം, പക്ഷെ പ്രത്യേകം നിങ്ങൾ കാണിച്ചു തരണമെന്ന്. ഏതെങ്കിലും CBI ഇങ്ങനെ പറയും? ഞങ്ങൾ ഈ വിഷയങ്ങൾ മുഴുവൻ CBIയുടെ മുമ്പിൽ പല പ്രാവശ്യം കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോടതിയെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു. എത്ര കേസിന് വേണ്ടി പോയി? ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സമീപിച്ച് CBI തന്നെ അന്വേഷിക്കുമ്പോൾ കോടതിയുടെ മേൽനോട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പൊ കോടതി പറഞ്ഞു, നിങ്ങൾക്ക് അന്വേഷണത്തിൽ പരാതി ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം. നമ്മൾ പോയി, അന്വേഷണത്തിൽ പരാതിയുണ്ട്. അപ്പോൾ അവസാനം ഇത് സീൽ വെച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞ കേസായത്. ഇത് വെറുതെ പോയതല്ല. ഞാൻ പറഞ്ഞില്ല, അമ്മയച്ഛനും നുണപരിശോധന നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അമ്മയച്ഛനും അല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ ആലോചിക്കണേ? ഇവർക്ക് വേണി അത് തന്നെ കിട്ടുമായിരുന്നല്ലോ. സുഖമായി അച്ഛനും അമ്മയെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ആരുടെ തെളിവ് വെച്ച് തന്നെ ഞാൻ കുറ്റപത്രം കണ്ടിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ വക്കീലിന് കുറ്റപത്രം കിട്ടിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് കോടതിയിൽ നമ്മൾ പൈസ കിട്ടി വെച്ചിട്ടുണ്ട് കുറ്റപത്രം കിട്ടാൻ, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. കുറ്റപത്രം കിട്ടിയാൽ ഞാൻ പറയാം. ഓക്കെ, ശരി. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ പ്രൊഫസർ കുസുമം ജോസഫ് കൂടി ചേരുകയാണ്, സാമൂഹ്യ നിരീക്ഷക. ശ്രീ കുസുമം ജോസഫ്, താങ്കൾ ഈ പോരാട്ടത്തിൽ ആദ്യം തന്നെ ഇടപെടുകയും ആ കുട്ടികളുടെ നീതിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ള ഒരു വ്യക്തിയാണ്. നോക്കൂ, ആദ്യം ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്നു. 52 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് മറ്റൊരു കുട്ടിയും മരണപ്പെടുന്നത്. ആദ്യ കുട്ടിയുടെ മരണം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയെ ലൈംഗികമായി ഈ പ്രതി ദുരുപയോഗം ചെയ്യുന്ന വിവരം ഈ അമ്മയ്ക്കും രണ്ടാനച്ഛനും ബോധ്യമുള്ളതാണ്. അതിനുശേഷവും അവരെ എൻ്റർടൈൻ ചെയ്യുകയും വീട്ടിൽ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് 1ാമത്തെ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചു. 2ാമത്തെ കുട്ടിയെ പോലും രക്ഷിച്ചെടുക്കാൻ ഒരു ശ്രമവും നടന്നില്ല. ആ കുട്ടിയെയും മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അപ്പോൾ അറിഞ്ഞുകൊണ്ട്
ഈ കുഞ്ഞുങ്ങളെ, 2 കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരമ്മ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യമോ അർഹിക്കുന്നുണ്ടോ? ഇത്ര ക്രൂരമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 2 കുട്ടികൾ നഷ്ടപ്പെട്ട ഒരമ്മയെ പറ്റിയാണ് നമ്മൾ ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മാരകമാണിതൊക്കെ. അങ്ങനെ 2 കുട്ടികളെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ഒരമ്മ ഇത്ര സാഹസികമായി സമരം ചെയ്യാനും ദീർഘനാൾ അതിന്റെ പിന്നാലെ നടക്കാനും കേസിന് പോകാനും അതിനുശേഷം CBIയുടെ പിന്നാലെ പോകാനും ഇങ്ങനെയെല്ലാം ശ്രമിക്കാൻ അവരൊരു മനോരോഗിയാണോ? അല്ലല്ലോ. അവർ കൊലപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ അവസാനിക്കണ്ടേ? ഈ പോലീസിന്റെ കേസോടുകൂടി അത് അവിടെ അവസാനിച്ചു പോകണ്ടേ? അങ്ങനെ ചെയ്യുന്നില്ല. അവരിപ്പോഴും അവരുടെ 2 കുഞ്ഞുങ്ങൾ, ഇന്ന് ഞാൻ അവരോട് സംസാരിച്ചു, എന്റെ 2 കണ്ണാണ് നഷ്ടപ്പെട്ടത് എന്നവര് പറയാണ്. എന്നിട്ട് അവര് പറയുന്നു, ഇതുകൊണ്ടൊന്നും ഞാൻ പുറകോട്ട് പോകില്ല, എന്നെ ഇങ്ങനെ സദാചാര വിരുദ്ധയായും ഞാനാണ് കുട്ടികളെ കൊല്ലാൻ പ്രേരണ നൽകിയത് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്കറിയാം എന്നാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്നവർ പറയുമോ? വീണ്ടും വീണ്ടും CBIക്ക് പിന്നാലെ പോകുമോ? മറ്റൊന്നുള്ളത്, ഞങ്ങള് ഇപ്പൊ CR പറഞ്ഞത് ഞാൻ കേട്ടു, 2019 അവസാനത്തിലാണ് ഈ കേസിലേക്ക് ഇടപെടുന്നത്. പക്ഷേ 2017 രണ്ടാമത്തെ കുഞ്ഞ് മരിച്ച ഉടനെ തന്നെ, ആ ആഴ്ചയിൽ തന്നെ ഇതൊരു വലിയ എന്താ പറയേണ്ടത്, അതീവ വേദനാജനകമായ ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട്, കുട്ടി മരിക്കുകയല്ല, 2 കുട്ടികളും തൂങ്ങി നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ ചെന്നിരുന്നു. ഈ വാളയാറിൽ ചെല്ലുമ്പോ അന്ന് പ്രതികളാക്കപ്പെട്ട ആളുകളെ ഈ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. അത് ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ കൂടുകയും ആ സമയത്ത് തന്നെ ഈ പ്രതികളായ ആളുകളുടെ ബന്ധുക്കൾ, അതായത് ഈ അമ്മയുടെ ബന്ധുക്കൾ തന്നെ പ്രതികളിൽ, അതില് ഈ പ്രദീപ് മാത്രം അമ്മയുടെ ബന്ധുവല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ മധുവും വലിയ മധുവും ഈ വാളയാർ അമ്മയുടെ ബന്ധുക്കളാണ്. അവരുടെ 2 പേരുടെയും ബന്ധുക്കൾ അന്ന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കുട്ടികളോ ബന്ധുക്കളോ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ ഇവള് കുറ്റക്കാരാക്കി, എൻ്റെ മകൻ കുറ്റക്കാരനായി, അവനെ പോലീസ് പിടിച്ചു എന്നെല്ലാം പറഞ്ഞ് വലിയ രോഷം സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരായ കുറെ പുരുഷന്മാര് ഞങ്ങൾക്ക് നേരെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ആ പറഞ്ഞ ആളോട് ചോദിച്ചു, അപ്പൊ തനിക്കറിയാമല്ലോ ഈ സ്ത്രീ ആരാണെന്ന്. അപ്പൊ ഈ സ്ത്രീ മാത്രം കുറ്റക്കാരിയാവുകയും ഈ സ്ത്രീയുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ അവര് ഈ സ്ത്രീക്കെതിരെ കല്ലെറിയാൻ വരികയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്. അമ്മയെ അധിക്ഷേപിച്ച് അമ്മ കുറ്റക്കാരിയാണ് എന്ന് വരുത്തി തീർത്തതിന് ശേഷം ഈ കേസങ്ങ് ഒതുക്കുക. നമ്മുടെ മലയാളിയുടെ പൊതുബോധം ഒന്ന് ആലോചിക്കണം. ആർക്കും ഒരു വേവലാതിയുമില്ല ഈ കുട്ടികൾ എങ്ങനെ കൊല്ലപ്പെട്ടു, അങ്ങനെ കൊല്ലപ്പെട്ടതാണെങ്കിൽ അത് ആര് ചെയ്തു എന്നറിയാൻ ഒരു വേവലാതിയുമില്ല. ഞാൻ 2020 ഇപ്പൊ CR ഒക്കെ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം 2020 ജനുവരി 4 മുതൽ 18 ദിവസം കുസുമൻ ജോസഫ്, ഞാൻ ഇടപെട്ടോട്ടെ. ശ്രീ കുസുമൻ ജോസഫ്, താങ്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയുടെയും അതിലെ ആ കുട്ടികൾക്ക് നീതി കിട്ടണം എന്ന ആഗ്രഹം, അതിനുവേണ്ടിയുള്ള പോരാട്ടം, അതിനുള്ള ശ്രമങ്ങളെ വില കുറച്ച് കണ്ടിട്ടല്ല, അതിനെയൊക്കെ മാനിച്ചുകൊണ്ടാണ്. ആ കുട്ടികൾക്ക് നീതി കിട്ടിയേ മതിയാകൂ, അവിടെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾക്ക് ഈ അവസ്ഥയുണ്ടാകാൻ കാരണക്കാരായതിൽ ആ അമ്മ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടതുണ്ടോ? അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ ഈ പോരാട്ടം നടത്തുന്നതിൽ എന്തെങ്കിലും ശരികേടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർ ഈ പറയുന്നത് പോലെയുള്ള കുറ്റകൃത്യം ചെയ്തതാണെങ്കിൽ അവിടെ എത്തി ആ പരിസരം മനസ്സിലാക്കി അവരുമായി സംസാരിച്ച പലരും ഈ രീതിയിലുള്ള സംശയം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ തുറന്നു പറയാനുള്ളൊരു ഭയം, നമ്മുടെ സമൂഹം അത് എങ്ങനെ ഉൾക്കൊള്ളും, ഈ ആകെ നടക്കുന്ന പോരാട്ടത്തെ അത് പിൻവലിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം കൊണ്ട് പലരും അത് പുറത്തു പറയാൻ മടിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നു, CBIയുടെ കുറ്റപത്രം വന്നതിന് ശേഷം പോലും നമ്മൾ അങ്ങനെ ആ ഒരു തെറ്റിനൊപ്പം നിന്ന് ഒരു ശരിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തേണ്ടുന്ന സാഹചര്യമുണ്ടോ? അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പോരാട്ടം നടത്താനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലില്ലേ?
അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ CBIയുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ CBIയുടെ റിപ്പോർട്ട് CBI കോടതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ. CBI കോടതി അത് അക്സെപ്റ്റ് ചെയ്യട്ടെ. ഇതിലെ പരാതിക്കാർക്കും ഇപ്പൊ സിയർ തന്നെ പറഞ്ഞല്ലോ, പൈസ കെട്ടിവെച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത്? മാത്രവുമല്ല 4-ാം തീയതി ഹിയറിംഗ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ വലിയ അജണ്ടയുണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലാകേണ്ടതല്ലേ? എന്താണ് ചില മാധ്യമങ്ങൾക്ക് ഇത്ര വ്യഗ്രത? കേരളത്തിൽ ഈ ഒരു കേസല്ലല്ലോ ഉള്ളത്. ഇതിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അമ്മ കുറ്റവാളിയാണെന്നും അമ്മ സദാചാര വിരുദ്ധയാണെന്നും സ്ഥാപിച്ചെടുക്കേണ്ടത് ആരുടെ താല്പര്യമാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അമ്മ സദാചാര വിരുദ്ധ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ യോഗ്യരല്ല. മറ്റൊന്നുള്ളത്, ഈ രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സേ ഉള്ളൂ. അതിന്റെ നീളം അളന്ന ഹൈറ്റ് അളന്ന പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞത് ഈ കുട്ടിക്ക്, ഞാൻ ആ വീട് കണ്ട ആളാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു ഷെഡാണ്. ഷെഡിന്റെ ഈ മുകളിലത്തെ ഇതിലാണ് തൂങ്ങി നിന്നത് ആ കുഞ്ഞ്. അതിന് ആ കുട്ടിക്ക് യാതൊരു നിലയ്ക്കും അതിലേക്ക് കയറിട്ട് തൂങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഏത് മനുഷ്യനും, ഏത് പോലീസുകാരനും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. കേരളത്തിലെ ഈ കേസ് അന്വേഷിച്ച പോലീസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഏത് പോലീസുകാരനും മനസ്സിലാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളതിന് തെളിവ് ശേഖരിക്കാൻ ഈ കേരളത്തിലെ പോലീസ് തയ്യാറാകാതിരുന്നു? രണ്ടാമത്തെ കാര്യം, ഈ 1-ാമത്തെ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തിനാണ് ഈ പോലീസ് നാളുകളോളം കസ്റ്റഡിയിൽ വെക്കുകയും 52-ാമത്തെ ദിവസം 2-ാമത്തെ കുട്ടി മരണപ്പെട്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം കൊടുക്കുകയും ചെയ്ത്? രണ്ടാമത്തെ ചോദ്യം. ഇനി നിങ്ങൾ പറഞ്ഞു 52 ദിവസത്തിന് ശേഷം ഈ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തു എന്ന്. ഈ 1-ാമത്തെ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഈ അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരാണ്, അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യരാണ്. നമ്മൾ അതൊക്കെ ആലോചിക്കണം. ഞാൻ നിങ്ങളോട് വേറെ ചിലതും കൂടെ പറഞ്ഞു തരാം. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എന്നോട് എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ, കുഞ്ഞുങ്ങളല്ല, 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് അവർ. ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് ഒക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവർ വന്ന് പറഞ്ഞ കഥകൾ, അച്ഛൻ ഉപദ്രവിച്ച കഥ, സഹോദരൻ ഉപദ്രവിച്ച കഥ, അമ്മാവൻ ഉപദ്രവിച്ച കഥ പറയുകയും ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നു. കേരളത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവര് ധാരാളമുണ്ട്. അവരൊന്നും കേസിന് പോവുകയല്ല ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. ഈ അമ്മ ഇങ്ങനെ ഉണ്ടായി എന്ന് പോലീസിനോട് പറഞ്ഞതിനെ തുടർന്നാണ് ഈ ചെറിയ മധുവും വലിയ മധുവും പ്രതികളായി തീർന്നത്. നിങ്ങൾ അത് മനസ്സിലാക്ക്. പോലീസിനോട് മറ്റാരുമല്ല പറയുന്നത്, ഈ അമ്മ തന്നെയാണ് പറയുന്നത് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അത് നമ്മൾ വിചാരിക്കുന്നത് മാതിരി ഈ കുട്ടിയെ റേപ്പ് ചെയ്തു എന്നല്ല. ഈ കുട്ടിക്കൊപ്പം നിൽക്കുന്നത് കണ്ടു, അയാൾ ഒരു ഷഡ്ഡിയിൽ നിൽക്കുന്നത് കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ വിവരം മറ്റാരുമല്ല പറഞ്ഞത്, പോലീസിനോട് അമ്മ പറഞ്ഞതനുസരിച്ചാണ് ഈ ചെറിയ മധുവിനെയും വലിയ മധുവിനെയും പ്രതികളാക്കിയത്. അപ്പോ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പോലീസിനോട്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ അമ്മയുടെയും ഈ കേസിന്റെ പിന്നാലെയുള്ള ഞങ്ങളുടെയും ഒക്കെ ഒരു പരാതിയാണ്, എന്തിനാണ് ആദ്യത്തെ പ്രതികളായ പ്രദീപും ഈ ചെറിയ മധുവും ആത്മഹത്യ ചെയ്തത്? പോലീസിന്റെ അന്വേഷണത്തിൽ അവരാരും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയതിന് ശേഷം, നിങ്ങൾക്കും ഒരു സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ, അവരാരും കുറ്റക്കാരല്ല എന്ന് പോലീസ് കണ്ടെത്തിയതിന് ശേഷം അവരെന്തിന് ആത്മഹത്യ ചെയ്തു? അന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അവരുടെ ആത്മഹത്യ കൃത്യമായി അന്വേഷിക്കണം. അവരുടെ ഫോൺ പിടിച്ചെടുത്ത് അവരാരുമൊക്കെ ആയിട്ടാണ് സംസാരിച്ചത്, എന്തിനാണ് അവർ ഈ വാളയാറിൽ നിന്ന് വിദൂരത്തിൽ പോയി ആത്മഹത്യ ജോലി ചെയ്യുകയും അവിടെ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത്, അവരെന്തിനാണ് ഈ അങ്ങോട്ട് പോയത് എന്ന് അന്വേഷിക്കണം. ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായി അറിയാം. ഇതിൻ്റെ അകത്ത് വേറെ പ്രതികളുണ്ട് എന്ന്. അല്ലെങ്കിൽ ഈ കേരളം ഇത്ര എന്താ പറയേണ്ടത്, ഇത്ര ഈ പത്രങ്ങൾ, മീഡിയകൾ ഈ അമ്മയെ കുറ്റക്കാരിയാക്കുമ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും ചോദിച്ചോ ഈ 2 കുട്ടികൾ തൂങ്ങി നിന്നത്? ഞാൻ ആ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 1-ാമത്തെ കുട്ടി തൂങ്ങി നിന്ന് കഴിഞ്ഞ് പോലീസിനോട് 2-ാമത്തെ കുട്ടി, അതായത് ഈ ചെറിയ കുട്ടി പറയുന്നുണ്ട്, അവളാണ് ആദ്യം കണ്ടത്, ഈ ഓടി വന്ന് ഇവർ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ആ ഒന്നിച്ചിരിക്കുന്നിടത്തുനിന്ന് ഈ കുട്ടിയെ പറഞ്ഞയച്ചതാണ്. പറയട്ടെ, ഒറ്റ സെക്കൻഡ്. ഈ 9 വയസ്സുകാരി പറയുന്നുണ്ട്, ചേച്ചിയെ
തൂങ്ങി നിൽക്കുന്നത് കണ്ട സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടാളുകൾ മുഖം മറച്ച് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്ന്. ആ രണ്ടാളുകൾ ആരാണ് നീ വിദഗ്ധരായ പോലീസുകാർ അന്വേഷിച്ചോ? നമുക്ക് കൃത്യമായി അറിയാം ഈ CBIയുടെ ഈ കളികൾ. ഈ സോജനെ പോലെയുള്ള ആളുകൾക്ക് IPS കൊടുക്കുമ്പോൾ ഈ സ്ത്രീ, ഈ അമ്മ, പരാതിക്കാരി അവരൊരു പ്രതിയായി നിൽക്കുമ്പോൾ നാടിന് വലിയ സന്തോഷമാണ്. അയാളെ പ്രൊമോട്ട് ചെയ്യാനും അയാൾ ഇനിയും യോഗ്യനായി വരാനും അങ്ങനെ ഓരോ കേസ് അന്വേഷിച്ചതിൽ വീഴ്ച വരുത്തിയ പക്ഷെ ഇപ്പോൾ അത് CBI ആണല്ലോ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ആ നിലയിൽ കാണാൻ പറ്റുമെന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ PM ശശി, ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കപ്പെട്ട ഒരു കേസാണ്. അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കിയ കേസാണ്. അങ്ങനെ ഉപയോഗിച്ച സംഭവം കൂടിയാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് പിന്നാലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് ആ അമ്മ തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റപത്രം നൽകപ്പെടുന്നത്. അതിലും വലിയ ദുരൂഹതകൾ ആരോപിക്കുന്നു. മറ്റ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം. ഇപ്പോൾ രണ്ടുപേരുടെ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയവുമൊക്കെ ഇവിടെ വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ ഏതെങ്കിലും കരുതിക്ക് കൂട്ടിയുള്ള ശ്രമങ്ങൾ നടന്നാണ് അമ്മയെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ് ആരോപണം. ഞാൻ ആദ്യമേ തന്നെ ന്യൂസ് 18 ചാനലിനോട് ഇന്ന് ഈ വിഷയം എടുക്കാൻ കാണിച്ചതിൽ ആദ്യം ന്യൂസ് 18 ചാനലിനെ അഭിനന്ദിക്കുകയാണ്. അതിലൊരു കാരണമുണ്ട്. കഴിഞ്ഞ 7 വർഷം 2017 മുതൽ കഴിഞ്ഞ 7-8 വർഷത്തിനിടയിൽ ഒരു 10-15 വട്ടം ഈ ചർച്ചയ്ക്ക് വന്ന ഒരാളാണ് ഞാൻ. ഈ ചർച്ചയ്ക്ക് വരുമ്പോഴെല്ലാം ഒരു 4-5 വട്ടം എൻ്റെ ഓപ്പോസിറ്റ് ഈ അമ്മയെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, വോളിയം ഒന്ന് കുറയ്ക്കോ, വോളിയം ഒന്ന് കുറയ്ക്കോ, എക്കോ അടിക്കുന്നു. ഓക്കെ, അത് പറയാം. എക്കോ അടിക്കുന്നുണ്ട്. അപ്പോൾ 4-5 വട്ടം കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. 4-5 വട്ടം കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇതേ കുറ്റപത്രം നിങ്ങൾ പറഞ്ഞു പോലീസിന് സമ്മർദ്ദം ഉണ്ടാവും, രാഷ്ട്രീയ സാഹചര്യം സമ്മർദ്ദത്തിലാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ കുറ്റപത്രം കേരള പോലീസാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ കേരളത്തിന്റെ സ്ഥിതി? ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരാൻ, ഇങ്ങനെ ഒരു ഇഷ്യൂസിലേക്ക് പോകാൻ കാരണം എന്നല്ലേ? അവിടെയാണ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, വാളയാറുണ്ടായ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയത്തെ അനാവശ്യമായി ഇടതുപക്ഷത്തിനെതിരെ, CPIM-നെതിരെ, സർക്കാരിനെതിരെ കൊണ്ടുവിടാൻ ആന്റി മാർക്സിസ്റ്റുകളും ആന്റി സർക്കാരുകളും എല്ലാം കൂടി ചെയ്ത ഗൂഢാലോചനയുടെ ഫലമായിരുന്നു വാളയാർ കേസ്. ഇത് ഞാൻ ഇന്നെങ്കിലും ഇവിടെ പറയാതെ പോയാലേ, ഇവിടെ CR നീലകണ്ഠനും കുസുമും പ്രൊഫസറൊക്കെ പറയുന്നത് കേട്ടു. അവര് വാചകത്തിൽ തന്നെ, ആ അധ്യാപികയുടെ വാചകത്തിൽ തന്നെ ഇടയിൽ കൂടെ ഒരു കാര്യം കയറി വന്നു. എന്താ വിഷയം മനസ്സിലായില്ലേ? അവർ പറഞ്ഞത് ഈ വിഷയം അന്ന് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ കൂടി പറഞ്ഞു ഇവിടെ നമ്മുടെ ചർച്ചയാണ്, നിങ്ങൾ പോകണമെന്നാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് ഈ അമ്മ ഈ പ്രതിയാണ്, അല്ലെങ്കിൽ അച്ഛനതിൽ പ്രതിയാണ്, രണ്ടാനച്ഛൻ പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിട്ട് എന്തേ ആ നാട്ടിലെ ഒരാളെങ്കിലും പ്രതികരിക്കാതെ എന്തുകൊണ്ടാ? ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഇത് വസ്തുതയാണെന്ന് അറിയാം. ഈ രണ്ടാമത്തെ കുട്ടി മരിച്ചിട്ട് 3-ാമത്തെ ദിവസം വീട്ടിൽ പോയാളോ ഒരു അമ്മയെ കുറിച്ച് ആണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ അവതാരകയോട് വളരെ അവതാരക എന്തോ വലിയ തെറ്റിയതെന്ന് അർത്ഥത്തില്ല പ്രൊഫസർ കുസുമൻ പറഞ്ഞത്. രണ്ടാമത്തെ കുട്ടി മരിച്ച് 3-ാമത്തെ ദിവസം പോയാളാ ഞാൻ ആ വീട്ടില്. ഞാൻ DYFI ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങൾ ഒരുപറ്റം സഖാക്കം കൂടി ആ വീട്ടിൽ പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. 2 കുഞ്ഞുങ്ങൾ മരിച്ചൊരു അമ്മയാണോ നിൽക്കുന്നത് അത്ഭുതപ്പെടുത്തി. പക്ഷെ എന്താ സ്ഥിതി? അപ്പോഴേക്കും കേരളത്തിലെ അന്തരീക്ഷം മാറിയിരുന്നു. ഒരു പൊതുഭേദം അവർക്ക് അനുകൂലമാക്കി സൃഷ്ടിച്ചിരുന്നു. ഒരു ആന്റി മാർക്സിസ്റ്റ് എല്ലാവരെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്നത്. ഏതെങ്കിലും രൂപപ്പെടുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നോക്കി ജോലി ചെയ്യേണ്ടവരല്ല കേരള പോലീസ്. സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് കേരള പോലീസ്. കേരള പോലീസ് ഈ പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേസ് അന്വേഷിക്കുന്നത്. എല്ലാം ശരി തന്നെ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഞാനിപ്പോ വരുമ്പോ ഞാൻ കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ ന്യൂസ് 18 ചർച്ച മാത്രം ഞാൻ എടുത്തു നോക്കിയതാ. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ചർച്ച 6 കൊല്ലം മുമ്പത്തെ? നിങ്ങൾ തന്നെ ചർച്ചയിൽ 6 കൊല്ലം ന്യൂസ് 18 മുമ്പല്ലേ ചർച്ച എടുത്ത് നോക്കുക. ഞാൻ തന്നെ 2-3 വട്ടം നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നിരുന്നിട്ടുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞത് മുഴുവൻ മറ്റൊരു തലത്തിലാണ്. ഇങ്ങനെ പറയുമ്പോ ഈ സമൂഹത്തിലാകെ കൊണ്ടുകൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. അങ്ങനെ മോശമായ ചിത്രീകരിച്ച് ചിന്തിച്ചു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ഇനിയിപ്പോ പറയാതിരുന്നിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ആദ്യത്തെ കുട്ടി മരിച്ച് 54-ാമത്തെ 52-ാമത്തെ ദിവസം 2-ാമത്തെ കുട്ടി മരിക്കുന്നു. ആ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ ഈ അമ്മ ഇതിൽ പ്രതിയല്ല എന്ന് പറയോ?
ഈ നാട്ടിലെ ഏതെങ്കിലും അവരെ അറിയിക്കുറിച്ച ഒരാളല്ലാന്നറിയോ? അവിടെ എല്ലാവർക്കും അറിയാം. ഇവർ പറയാം ഒരു ഒറ്റമുറി വീടാണ്. ആ ഒറ്റമുറി വീട്ടിൽ ഈ 2 കുട്ടികളും ഇതിന് പുറമെ ഇപ്പൊ കൂടെ താമസിക്കുന്ന ആളിലുണ്ടായ ഒരു കുട്ടിയും ഇയാളും അതുപോലെ തന്നെ ഈ സ്ത്രീയും അതോടൊപ്പം തന്നെ ഇവരുടെ ഇപ്പൊ പ്രതിയാക്കപ്പെട്ട 2-3 ആളുകൾ സ്ഥിരമായി രാത്രി അവിടെ കിടക്കണം, ഒരുമിച്ചുറങ്ങുകയാണ്. ആ ഒരുമിച്ചുറങ്ങി അതിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ കുട്ടികൾ തൊട്ട അയൽപക്കത്തെ വീടുകളിലെല്ലാം പോയി പറയുന്നുണ്ട്. അതിന്റെ ശാരീരിക ബുദ്ധിമുട്ട് ഈ കുട്ടി അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടി പരാതി തൊട്ട വീട്ടിൽ പറഞ്ഞു വന്ന കാരണം കൊണ്ട് ഈ സ്ത്രീ ആ വീട്ടിൽ ആ വീട്ടിൽ പോയി ആ വീട്ടിലെ സ്ത്രീകളോട് വളരെ മോശമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാം ഇതാണ് സത്യം. പക്ഷെ പ്രശ്നം എന്താ അറിയോ? പ്രശ്നം ഇതിൽ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ CR നീലകണ്ഠനാണെങ്കിലും കുസുമാണെങ്കിലും ഇവരെല്ലാം കൂടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി സർക്കാരിനെതിരെ തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് തലമുട്ടയടിക്കുന്നു, ധർമ്മടത്തേക്ക് കൊണ്ടുപോകുന്നു, ഇപ്പൊ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തൃത്താലയിലേക്ക് കൊണ്ടുപോകുന്നു, പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ സർക്കാരിനെതിരെ തിരിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നിലയിലേക്കാണ്. നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ സോജനെതിരെ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുത്തു എന്ന് കരുതേണ്ടി വരും. അതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നതെന്ന് തോന്നുന്നു. കാരണം സാക്ഷികളായിട്ടാണ് ഈ അമ്മയെ കേരള പോലീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കേരള പോലീസ് സാക്ഷിയായിട്ട് ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, മാധ്യമ പ്രവർത്തക രംഗത്ത് വലിയ അനുഭവം ഉണ്ടല്ലോ. ഏതെങ്കിലും ഇതുപോലെ പോക്സോ വിഷയത്തിൽ കുട്ടിയുടെ അമ്മയെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചിട്ടുണ്ടോ? പോലീസ് കൊടുപ്പിച്ചിട്ടുണ്ടോ? എവിടെയും കൊടുപ്പിച്ചിട്ടില്ല. ഈ കേസിൽ പക്ഷെ കൊടുപ്പിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ഈ കേസിൽ ആദ്യം മുതലേ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ അമ്മയുടെ ഇടപെടലെല്ലാം. ഇപ്പൊ പറഞ്ഞല്ലോ, പ്രതിയുടെ അമ്മയാണ് കൊടുത്തതെന്ന് അവർ തെറ്റിദ്ധരിച്ച് പറയാ. ഈ കേസ് വെളിയിൽ കൊണ്ടുവന്നത് അവരുടെ അമ്മയല്ല, നാട്ടുകാരുടെ ഇടപെടലാണ്. നാട്ടുകാരുടെ ഇടപെടൽ സംഘർഷം ചേർന്ന് അവർക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാതെ പോലീസ് ഇടപെടുകയായിരുന്നു. പോലീസ് ഇടപെട്ടപ്പോഴും ഇവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുക, മറ്റന്നാ വേറെന്നാ പറയുക, പ്രതികളെ മാറ്റി മാറ്റി പറയുക, ചെയ്തിട്ടില്ല എന്ന് പറയുക, കണ്ടില്ല എന്ന് പറയുക. ഇവര് മാറ്റി മാറ്റി പറയുമ്പോൾ ഇവർക്ക് അതിൽ നിന്നുള്ള പങ്ക് പോലീസിന് വ്യക്തമായി. പോലീസ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് 164 സ്റ്റേറ്റ്മെന്റ് അമ്മയെ കൊണ്ട് കൊടുപ്പിക്കേണ്ടി വന്നു ഈ കേസിൽ. കാരണം എന്താ അറിയോ? ഈ കേസിൽ അമ്മ മൊഴിമാറ്റും, പ്രതികൾ ശിക്ഷിക്കില്ല എന്ന് സോജൻ എന്ന അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSPക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് സോജൻ എന്ന ഈ 164 സ്റ്റേറ്റ്മെന്റ് അമ്മയെ കൊണ്ടെടുപ്പിക്കാനുള്ള കാരണം അതായിരുന്നു. അതാണ് അതിലുണ്ടായത്. ഇനി വേറെ കൂടി വിഷയം എന്താണെന്നറിയോ? ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടായി. ഇപ്പോ കുട്ടി പ്രതികളെ ആദ്യമല്ലോ ജാമ്യത്തിലെടുക്കാൻ ജാമ്യത്തിലെടുക്കാൻ കോടതിയിൽ പോയതാരാ? ഇവരാണ്. ഇനി അവരാരൊക്കെ പോയിട്ട് എന്റെ മക്കളാണ്, ഒരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരോടൊക്കെ പറഞ്ഞാൽ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയുണ്ട്, അറിവുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ചാനൽ തന്നെ കൃത്യം 5 വർഷം മുമ്പ് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും രണ്ടാനച്ഛനും മൊഴി നൽകുന്നത് പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആൾ കണ്ടില്ലേ? നിങ്ങളുടെ ചാനലിലുണ്ട്, ഇപ്പുണ്ട്, നോക്കിക്കോ. കണ്ട അപ്പൊ അന്നേ ഇവർ കണ്ടാൽ ഇവർ പരാതിപ്പെടില്ലേ? കണ്ടിട്ട് പരാതിപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടില്ല. അമ്മ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടുണ്ട്. അവരെപ്പോഴെന്താ ചെയ്യാൻ നിർബന്ധിക്കുന്നു? രണ്ടാമത്തെ കുട്ടി തൊട്ട വീട്ടിൽ, അതാ പറഞ്ഞത്, സാക്ഷി പറഞ്ഞ കുട്ടികളെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തൊട്ട വീട്ടിലെ ഈ കുട്ടികളുടെ കൂട്ടുകാരികളുണ്ട്, അവരോട് പോയി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ CBIയോട് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി ആ വീട്ടിൽ പോയി പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയോട് പോയി പറഞ്ഞു. ഏത് കുട്ടിയുടെ? ആ കൂട്ടുകാരിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ CBIക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അവരൊന്നും പ്രത്യേക താല്പര്യമുള്ളവരില്ല. അവരെല്ലാം ആ കുട്ടികൾക്ക്, എന്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ എന്റെ മകളുടെ കൂട്ടുകാരിക്ക് ആ കുട്ടി മരിച്ചു പോയതിന് അവർക്ക് നീതി കിട്ടണമെന്ന് ഉറപ്പുള്ളവരാണ്. അതുകൊണ്ട് അവരൊക്കെ സത്യത്തിൽ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവരെയും കൊണ്ടു നടന്ന്, ഇപ്പൊ ഒരു പ്രൊഫസർ പറഞ്ഞെന്താ അറിയോ? അവര് കോടതി പോകുമോ, അവര് CBIക്ക് പോകുമോ? അവരെ ഇതും കൊണ്ട് കുറെ ആളുകൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇവരെ കൊണ്ടു നടന്ന, ഇത്രയും കാലം കൊണ്ടു നടന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ, SDPIക്കാർ, CR നീലകണ്ഠൻ, അതുപോലെ തന്നെ കുസുമം, ഇവരെല്ലാവർക്കും കൊണ്ടു നടന്നപ്പോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അല്ലാണ്ട് ഇവർക്കത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാലോ. ഞാൻ പറഞ്ഞില്ല, 3-ാമത്തെ ദിവസം വീട്ടിൽ പോകുമ്പോ പറയാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. അവരവിടെ നടത്തിയ രീതികളുണ്ട്. ഞാൻ സംശയിച്ചിരുന്നു, ഇത് ആരുടെ മകളാണെന്ന് സംശയിച്ചിരുന്നു. ഞാൻ എന്റെ അടുത്തുള്ള ചോദിച്ചു, ശരിക്കും ഇവരുടെ മകൾ തന്നെയാണോ എന്ന് ചോദിച്ചു. അവർക്കൊരു 2 കുട്ടികൾ മരിച്ച വിഷമം. പിന്നീടാണ് അവരുടെ രീതികൾ മാറുന്നു, അവരുടെ ചേഷ്ടകൾ രീതി മാറുന്നു. ഇവരെ കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവർ കാര്യങ്ങൾ പറയുന്നു. ഇവരെ കുറെ ആളുകളെ മറ്റേ സ്ക്രൂ കൊടുത്ത് പറയുന്നത് പോലെ പറയുന്നു. രാഷ്ട്രീയമായുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം. സാമൂഹികമായി വലിയ പിന്നാക്കം നിൽക്കുന്ന ആളുകളായിരുന്നു. അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നോക്കൂ, ഈ കുട്ടികൾക്ക് നീതി കിട്ടണം എന്നതാണല്ലോ ഏറ്റവും
പ്രധാനമായ കാര്യം. അതിൽ ആരായാലും അവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും വേണം. പക്ഷേ നോക്കൂ, ഇവിടെ ശരിയായ രീതിയിൽ അന്വേഷണം നടന്നില്ല എന്ന് താങ്കളുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ട പ്രതികൾ ഇവർ ഒത്താശ ചെയ്താലും കുറ്റം ചെയ്തവർ തന്നെയാണ്. അവർ എല്ലായ്പ്പോഴും കുറ്റക്കാർ തന്നെയാണ്. അവരെ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്നതാണ് അന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ കാര്യം. അത് തെറ്റല്ലാതാകില്ലല്ലോ. ആ തെറ്റിപ്പോഴും അതുപോലെ നിൽക്കുകയാണ്. 2 കുഞ്ഞുങ്ങൾ, ഈ 9 വയസ്സുള്ള കുട്ടി തന്നെ കയറി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് കൊന്നു കെട്ടിത്തൂക്കി എന്നതാണ് അന്നും ഇന്നും ഒക്കെ സംശയിക്കപ്പെടുന്നത്. അങ്ങനെ 2 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയ പ്രതികൾ ഉണ്ട് എന്നിരിക്കെ ഈ അമ്മയിലേക്ക് മാത്രം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, അവരുടെ ഇടപെടൽ, അവരുടെ കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമാകുമോ? ഒട്ടുമില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ വസ്തുതയാണ്. ഇതിൽ പ്രതികൾ എന്ന നിലയിൽ ഈ പറഞ്ഞ അതിലെ 3 പേരോ മറ്റോ മരിച്ചു എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ആ പ്രതികൾ എല്ലാവരും ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ യോഗ്യരാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ അമ്മയ്ക്കും അതുപോലെ രണ്ടാനച്ഛനും ഉള്ള പങ്ക് ചെറുതല്ല. അതാണ് ഇവിടെ CBI ചൂണ്ടിക്കാണിച്ചത്. ആ നാട് മുഴുവൻ ബോധ്യപ്പെട്ടത് അതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആരെങ്കിലും ഒരു പ്രതിരോധം അമ്മയെങ്കിലും അയ്യോ ഒന്നിങ്ങനെ ചെയ്തു പോയി എന്ന് ഏതെങ്കിലും ആ നാട്ടിലെ വീടിന്റെ പരിസരത്തുള്ളവരെ വാളയാറിലെ ആരും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടില്ല? അവരെല്ലാവരും ഇതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതാണ് നടന്നതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, ആ നാടിന് മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് ഇനിയിപ്പോ ഈ സമരം എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ നോക്കൂ, സമരസമിതി ആഹ്ലാദ പ്രകടനം നടത്തിയത് അന്നവിടെ ഇവരുടെ വീടിന്റെ അവിടെ ഈ കുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു സമരസമിതി ഉണ്ട്. ആ വാളയാർ സമരസമിതി ഈ പ്രതി ചേർക്കപ്പെട്ട ആ ജനുവരി മാസം 20-ാം തീയതി ആ പ്രതി ചേർക്കപ്പെട്ട ഉടനെ അവരെ അവിടെ ആഹ്ലാദപ്രകടനം നടത്തിയത് എന്തുകൊണ്ടാണ്? ഇത് യാഥാർത്ഥ്യമാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു സാഹചര്യമായി അവർ വീടിന്റെ പശ്ചാത്തലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, തീർച്ചയായും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നതിനാണ്. പിന്നെ വേറൊരു വിഷയം നിങ്ങൾ പറഞ്ഞത്, എന്താ വിഷയം? അവരെ സംരക്ഷിക്കുന്നു സംശയിക്കപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേസ് ഉണ്ടായ നിമിഷം മുതൽ നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ചല്ലോ. ഇപ്പൊ അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ഈ സിആർ നെല്ലിക്കണ്ടൻ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞെന്താ, അത് പുനർവിചാരണ വേണമെന്നാണ്. അന്ന് ഗവൺമെന്റ് പറഞ്ഞ ആവശ്യം എന്താ? പുനർവിചാരണ പോരാ, പുനരന്വേഷണം വേണമെന്നാ. കാരണം ഏതെങ്കിലും രീതിയിൽ പ്രതികൾ ഏതെങ്കിലും രീതിയിൽ അതിലൊരു പ്രതി ഒളിഞ്ഞിടക്കണമെങ്കിൽ അത് മാറിപ്പോകാൻ പാടില്ല. അത് കൃത്യമായി ഇടപെടണം. ആ നിലയ്ക്കാണ് പുനരന്വേഷണം ആവശ്യപ്പെട്ടത്. CBIക്ക് പോകണം എന്ന് പറയുമ്പോൾ CBIക്ക് പോകാൻ അനുമതി കൊടുക്കുന്നത് ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അമ്മ ആവശ്യപ്പെടുന്നു. അന്ന് അവരങ്ങനെ പറയണം. അമ്മ ആവശ്യപ്പെടുന്ന ഏത് കാര്യത്തിലും കുട്ടികൾക്ക് നീതി കിട്ടുന്നതിന് കൂടിയാണ് എന്ന സാഹചര്യത്തിലാണ് ആ പ്രതികരണം നമ്മൾ തേടിയത്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം മറ്റതിഥികളിലേക്ക്, ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ സക്കറിയ ജോർജ്, കേരളത്തെ പിടിച്ചു കുലുക്കിയതാണ് വാളയാറിലെ 2 പിഞ്ചു കുട്ടികളുടെ മരണം. അതിൽ ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു സംഭവങ്ങൾ. അതിനുശേഷവും അവർ അതിനൊത്താശ ചെയ്തു കൊടുത്തു എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരം അങ്ങനെ ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് അത് പരാതിപ്പെടാതിരുന്നാൽ അതും കുറ്റകരമാണ്. മാത്രവുമല്ല, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അമ്മയെ 2ഉം അച്ഛനെ 3ഉം പ്രതിയാക്കി കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ സർവീസിൽ കാലത്തിൽ ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു കേസ് താങ്കൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് വാളയാർ കേസിനെ നോക്കിക്കാണുന്നത്? ഇതൊക്കെ അവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു, പോലീസ് അന്വേഷണത്തിലും വ്യക്തമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മൂലം അങ്ങനെ അല്ലാത്തൊരു റിപ്പോർട്ട് നൽകേണ്ടി വന്നു പോലീസിന് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കേസിനകത്തും അതിനകത്ത് കാര്യമായി പഠിക്കാതെ, അതായത് അതിൻ്റെ കണക്റ്റഡ് റെക്കോർഡ് കിട്ടാതെ നമുക്കൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം മിക്കവാറും ആ ലൊക്കാലിറ്റിയിൽ ആൾക്കാരൊക്കെ പക്ഷം പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻസ് ഉണ്ടാകും, ക്രോസ് അക്യൂസേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമായി മൊഴിയൊക്കെ എടുത്ത് വരുമ്പോൾ മൊഴിയെടുക്കുന്ന ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥൻ്റെ ഇൻ്റലിജൻസ്, അയാളുടെ കോമൺ സെൻസ്, ഇതെല്ലാം ആദ്യം മുതലേ കേസിനകത്ത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ്. ഡേ 1 കളക്ട് ചെയ്യേണ്ട എവിഡൻസ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എവിഡൻസ്, ചില ബയോളജിക്കൽ എവിഡൻസ് അതൊക്കെ പെരിഷബിളാണ്. വൺസ് ലോസ് ഇസ് ലോസ് ഫോർ എവർ ആണ്.
അത് നമുക്ക് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പെരിഷബിൾ എവിഡൻസ് പിന്നെ നമുക്ക് എങ്ങനെ കിട്ടാനാണ്? അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആ ഭാഗത്ത് പോലീസ് വളരെ നല്ലൊരു രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം. എൻ്റെ കാരണം ഇപ്പം പോലീസിനകത്ത് SI-മാരായിട്ട് കയറുന്നവർക്ക് 14 തിയറി പേപ്പറും ഫോറൻസിക് സയൻസും ഫോറൻസിക് മെഡിസിനും ഉൾപ്പെടെ 14 തിയറി പേപ്പർ 5 പ്രാക്ടിക്കലുമുണ്ട്. പ്രാക്ടിക്കൽ കൂടുതലും ഫോറൻസിക് സയൻസുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ പോലീസുകാർക്ക് ഇത് ട്രെയിനിങ് ഒന്നുമില്ല. അപ്പോൾ ഈ പോകുന്ന ഒരാളിൻ്റെ ഓഫീസറിൻ്റെ കേപ്പബിലിറ്റി ഡേ 1 ക്രൈം സീനിനെ അഫക്റ്റ് ചെയ്യും. ഈ ക്രൈം സീനിലുള്ള ഒരു പ്രശ്നം, ഒരു മരണക്കേസ് ആണെങ്കിൽ ദ ബോഡി ഓഫ് ദ വിക്ടിം ഈസ് ദ പ്രിൻസിപ്പൽ ക്രൈം സീനാണ്. ആ ബോഡി പരിശോധിക്കേണ്ടത് വളരെ വിവേകമുള്ള അറിവുള്ള ആളായിരിക്കണം സയൻസിനെ പറ്റിയിട്ട്. അങ്ങനെ അല്ലെങ്കിൽ പല എവിഡൻസും നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്ത എവിഡൻസായി മാറും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ലോക്കൽ പോലീസിന് പ്രശ്നം കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചപ്പം 2015 ഒരു ഗവൺമെൻറ് ഓർഡറുണ്ട്. ഗവൺമെൻറ് ഓർഡർ നളിനി മാഡം ഹോം സെക്രട്ടറി ആയപ്പോൾ ഇറങ്ങിയ ഓർഡറാണ്. അതിനകത്ത് പറയുന്നുണ്ട് CBIയിലും ക്രൈംബ്രാഞ്ചിലും പിന്നെ അതുപോലെ തന്നെ വിജിലൻസിലും പിന്നെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സും കേസുള്ളവരെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. 2002 ഈ സോജൻ്റെ പേരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റോഡിയൽ ഡെത്തിലുള്ള പുള്ളി പ്രതിയാണ്. ആ കസ്റ്റോഡിയൽ ഡെത്തിലെ കേസിലെ പ്രതിയായ ആളെ ഇതുപോലൊരു വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് സമൂഹത്തെ പിന്നെ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കേസിനകത്ത് ആര് പോസ്റ്റ് ചെയ്തു? ആർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഓർഡറിന് അഗൻസ്റ്റ് ആയിട്ട്? അപ്പോൾ ആ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം മോൺസൺ കേസും അന്വേഷിച്ചത് പിന്നെ ഈ സോജനാണ്. അവിടെ ലോക്നാഥ് ബെഹ്റയും പിന്നെ അതുപോലെ തന്നെ മനോജ് എബ്രഹാം ഒക്കെ വാള് പിടിച്ച് നിൽക്കുന്നതുണ്ട്. ആ കേസിൻ്റെ പുറകിലായിട്ട് ഒരു ആഷ് ജാക്കറ്റും ഒരു റെഡ് ഡ്രസ്സ് വിട്ട ഒരാളുണ്ട്. അനിതാപുല്ലയിലാണ് എന്ന് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം. ആ ഫോട്ടോ നോക്കിയാൽ ഞാൻ വേണമെങ്കിൽ രേണയ്ക്ക് ഇട്ടുതരാം. കാര്യം അതിന് മുമ്പുള്ള വേറെ ഫോട്ടോസും ഉണ്ട്, അതുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷേ സോജൻ അന്വേഷിച്ച കേസിനകത്തൊന്നും വന്നിട്ടില്ല. അപ്പം അനിതാപുല്ലയിൽ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് അവിടെ ഇദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. ലോക്നാഥ് ബെഹ്റ തലേന്ന് മോൻസണും ട്രിവാൻഡ്രത്തും നിങ്ങണ്ട് വിളിച്ച് പറഞ്ഞു അടുത്ത ദിവസം ബെഹ്റ വരുന്നുണ്ടെന്ന്. അപ്പം ബെഹ്റ പറയുന്നു ഞാൻ ഇപ്പം തടിവെട്ട് കേസിലെ വിവാദ പുരുഷനായ മലപ്പുറം SP സുജിത് ദാസിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവിടെ വെച്ച് ആരോ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്, ഭയങ്കര മ്യൂസിയമാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പിന്നെ ഇൻഫോ പാർക്കിലെ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ സീനിൽ ബെഹ്റ ഉദ്ഘാടനം ചെയ്യുന്നു. തൊട്ടടുത്ത് മനോജ് എബ്രഹാം ADGP ഹെഡ്ക്വാർട്ടർ ഉണ്ട്. അത് കഴിഞ്ഞ് വിജയ് സാഖറെ ഉണ്ട്. അത് കഴിഞ്ഞ് വേണ്ടുന്ന താരങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ഇട്ടിരുന്ന ആ ഡ്രസ്സാണ് ബെഹ്റ അന്ന് പോയി സിംഹാസനത്തിൽ ഇരിക്കുന്നുള്ള ഫോട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇവരെല്ലാം കൂടെ അന്വേഷിച്ചിട്ട് സോജനും കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഹൈക്കോടതിയിൽ അന്നത്തെ DGP പിന്നെ ഇദ്ദേഹം അനിൽകാന്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് ആക്ട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നോക്കി എല്ലാം ശരിയാണെന്ന്. അപ്പോൾ അവിടെ പഴയ ചീഫ് സെക്രട്ടറി ഇതേപോലുള്ള കസേരയിൽ, ഞാനതിപ്പോൾ ഇട്ട് തരാം, ടോം ജോസ് ആ കസേരയിൽ ഇരിപ്പുണ്ട്. ഈ ബെഹ്റ ഇരിക്കുന്നതിന് മുമ്പ് ആ കസേരയിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും പുറത്തു കൊണ്ടുവന്നില്ലല്ലോ. സോജൻ അന്വേഷിച്ച കേസാണ്. അപ്പോൾ സോജൻ്റെ ഇൻറ്റഗ്രിറ്റിയെ പറ്റി ഒന്ന് ചിന്തിക്കുക. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെയൊക്കെ തെറ്റി കണ്ടുകൊണ്ട് ഇവർ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ CBI സോജൻ്റെ പേരിലും പൂങ്കുഴലി ഉണ്ടായിരുന്ന ഈ IPS അവരുടെ പേരിലും നടപടി എടുക്കണം. അതിനകത്തൊരു സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം. കാര്യം എന്തിനാണ് ഇത് സപ്രസ് ചെയ്തതിന്? CBIയുടെ കണ്ടെത്തൽ ശരിയാണെങ്കിൽ അത് സപ്രസ് ചെയ്തതിനകത്ത് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കും. ഇനി CBIയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം.
CBI ഒരു SP വെസ്റ്റ് ബംഗാളിൽ നേരത്തെ കൽക്കട്ടയിൽ CBI അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ആൻഡമാൻസിൽ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു കമാൻഡന്റിനെ, CSFലെ കമാൻഡിനെ കൊലക്കേസിൽ അവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ മരിച്ചതിനകത്ത് കൊണ്ടുവന്നു. പക്ഷേ പിന്നെ അദ്ദേഹത്തെ കൊലക്കേസ് CBI അന്വേഷിച്ച് കൊടുത്തതിന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വിട്ടു. പിന്നെ CBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈയിടെ അവിടെ ചെല്ലുന്ന ഫയൽ CBI ഓർഡർ ഇടുന്നില്ല, അവർക്കൂടെ കൈക്കൂലി കിട്ടണമെന്ന്. അതായത് ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കുന്ന വീതം അവർക്കൂടെ കൊടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്നിട്ട് CBI തന്നെ CBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ റെയ്ഡ് നടത്തുന്നു. ഇനി അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ISRO ചാരക്കേസിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തി നങ്കുനേരി എന്ന് പറയുന്നത് തിരുനെൽവേലിയിൽ 68 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. അതിനകത്ത് DGP ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളുടെ ഭാര്യയുടെ പേരിൽ, അഞ്ജലി ശ്രീവാസ്തവയുടെ പേരിൽ വസ്തുവുണ്ട്. പിന്നെ വേറെ പലരുടെയും അതിനകത്ത് ഒരു IG ഉണ്ട്, നാഗ്പൂർകാരൻ രാജേന്ദ്രനാഥ് കൗൾ. പിന്നെ CBIയുടെ എറണാകുളത്തെ DYSPയുടെ പേരിൽ, അവരുടെ പേരിലെല്ലാം വസ്തു ഉള്ളതായിട്ടും ഇതിൻ്റെ ഡീഡ് നടത്തിയേക്കുന്നത് ഡെറാഡൂണിലാണ്. ഇവിടെ ഈ ചാരക്കേസ് വിവാദമായപ്പോൾ ഇവിടുന്ന് സ്റ്റേറ്റ് വിട്ട് ആദ്യമേ നായനാർ സാർ കൊണ്ടുവന്ന് ഇയാളെ MD ആക്കി വെച്ചു കോട്ടയത്ത് അവശ്യ ക്രൈസ്തവ കോർപ്പറേഷൻ്റെ. അപ്പോൾ അവശ്യ ക്രൈസ്തവ കോർപ്പറേഷൻ്റെ MD ആയിട്ട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ അന്നത്തെ കളക്ടർ PS കുര്യൻ സാറാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. കുര്യൻ സാറ് 86 ബാച്ചുകാർ, ഇദ്ദേഹം 73 ബാച്ച് IPS. അങ്ങനെ വളരെ ജൂനിയറായ ഒരു IAS-കാരൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പുള്ളിയെ ഇരുത്തി, പുള്ളിയിലെ ഡൽഹിയിലെ പിടിയൊക്കെ വെച്ചുകൊണ്ട് പുള്ളി ഇവിടുന്ന് പോയി ONGCയിലെ ചീഫ് വിജിലൻസ് ഓഫീസറായി. അവിടുത്തെ ബന്ധങ്ങൾ കൊണ്ടാണ് തമിഴ്നാട്ടിലെ പ്രോപ്പർട്ടി, ഈ പറയുന്ന പ്രോപ്പർട്ടി ഡെറാഡൂണിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് CBIയിലെ അന്വേഷണത്തിൻ്റെയൊക്കെ പ്രശ്നമായി. ഇപ്പം ഈ കേസിൽ അതിൽ പെട്ടു നിൽക്കുന്ന അന്വേഷിച്ച അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ വിവരങ്ങളെല്ലാം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന്. പക്ഷേ CBI അതിനെപ്പറ്റി ഒന്നും തൊട്ടിട്ടില്ല. ഹൈക്കോടതിയും പൊതുവെ അനങ്ങിയിട്ടില്ലെന്നാണ്, 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അതവിടെ ഫയൽ ചെയ്തിട്ട് ഒന്നും ആകുന്നില്ല. അപ്പം ജയചന്ദ്രൻ സാറിൻ്റെ കോടതിയിലാണ്, പെട്ടെന്ന് ചിലപ്പം വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ CBIയിലെ അന്വേഷണക്കാരുടെ മികവ് മനസ്സിലായ, അന്വേഷിച്ച ആ കേസ് അന്വേഷിച്ച രാജേന്ദ്രനാഥ് എന്ന ഒരു ചോദ്യമാണ്. ഒരു മിനിറ്റ് പ്ലീസ്. രാജേന്ദ്രനാഥ് കൗളിന്റെ പേരിൽ 18 ഏക്കറുണ്ട്. നാഗ്പൂരുകാരൻ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരുകാരൻ തമിഴ്നാട്ടിൽ വന്നിട്ട് വസ്തു എങ്ങനെ വാങ്ങിച്ചു? അതും ഈ കേസിൽ നേരത്തെ ആരോപണവിധേയനായ ഒരു ആളിൻ്റെ പേരിൽ നിന്നത് അയാളുടെ മകനെ പവർ ഓഫ് അറ്റോർണി ആക്കിയിട്ട് കൊടുത്തതാണ്. ഈ രേഖകളെല്ലാം കോടതിയിലുണ്ട്, ഹൈക്കോടതിയിലുണ്ട്. അപ്പോൾ അത് ഞാൻ CBI പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കെല്ലാം അറിയാം, കവിയൂർ ഒരു നമ്പൂതിരി പെൺകുട്ടി മരിച്ചു. ആ കേസ് CBI അന്വേഷിച്ചു, ചാർജ് ഷീറ്റ് കൊടുത്തപ്പോഴേ അതിനകത്ത് ലതാ നായർ എന്ന് പറഞ്ഞ ഒറ്റ പ്രതിയുള്ളായിരുന്നു ആദ്യം. അപ്പോൾ ഒറ്റ പ്രതി കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഇന്റേണൽ ഓർഗനകത്ത് സ്പേം ഉണ്ടായിരുന്നു. ഇവർ ലതാ നായരുടെ പേരിലാണ് ചാർജ് കൊടുത്തത്. അത് കേസ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി വന്നപ്പോൾ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ നമ്പൂതിരി ആയിരുന്നു, അദ്ദേഹമാണ് അപ്പിയർ ചെയ്ത് ഈ ക്ലിയർക്ക് വേണ്ടി. അപ്പോൾ അവർ ചോദിച്ചു, ഈ പറയുന്ന സ്പേം ലതാ നായരുടെ ആണോ? അപ്പോഴാണ് CBIയുടെ മനസ്സിൽ ലഡു പൊട്ടിയത്. എടാ, സ്ത്രീക്ക് സ്പേം ഇല്ലല്ലോ, എഗ് അല്ലേ. അത് കഴിഞ്ഞ് 2-3 ചാർജ് കൊടുത്തിട്ട് അവസാനം എഴുതി വെച്ചു CBIയുടെ മോഡസ് ഓപ്പറാൻഡി പറയാനാണ്. അപ്പോൾ ആ കുടുംബത്തിലെ ഈ നമ്പൂതിരി കുട്ടിയും അതിൻ്റെ കൂട്ടുകാരി എഴുതിയ കത്ത് ഹൈക്കോടതിക്ക് പോയതൊക്കെ മുഖ്യ കഥകളെല്ലാം ഇവിടെ നമുക്കറിയാം. അതിൻ്റെ അമ്മയും അച്ഛനും മരിച്ചിട്ട് പിന്നീട് റിപ്പോർട്ടിനകത്ത് CBI കൊടുത്തത് അച്ഛൻ പീഡിപ്പിച്ചതാണ്. അച്ഛൻ പീഡിപ്പിച്ചാന്ന് കണക്ട് ചെയ്യാൻ ഈ സ്പേം അയാളുടെ ബോഡി റെമിനൻസുമായിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? CBI ചെയ്തിട്ടില്ല. അപ്പം അതെന്താ ചെയ്യാൻ? അപ്പോൾ ഇതിനകത്തൊരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. CBI പൊതുവെ എല്ലാ കേസിൽ വരുമ്പോഴും അവരെന്ത് ചെയ്യും? ഇതിനകത്തൊരു വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസ് അലീജ് ചെയ്യുന്ന ഒരാളെ പിടിച്ചിട്ട് അയാളെ ഇതാക്കും, അപ്രൂവർ ആക്കും, മാപ്പുസാക്ഷിയാക്കും. അപ്പൊ ഇത് അവരുടെ ഒരു മോഡസ് ആണ്. അതാണ് നടക്കുന്നത്. അത് ഇപ്പം വരുന്നത്
ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഉണ്ട്. കാര്യം എന്താണ്, അവിടെ അന്ന് നമ്പൂതിരി അച്ഛനെയാണ് കവിയൂരിലെ പെൺകുട്ടിയുടെ അച്ഛനെയാണ് ഇവര് CBI പ്രതിയാക്കിയത്. അപ്പൊ നമുക്കറിയാം തേങ്ങ മോഷ്ടിക്കുന്നവൻ തീർച്ചയായും അങ്ങനെ. അപ്പോൾ ഈ കുറ്റപത്രവും അന്തിമമാണോ എന്നൊരു ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒരു തവണ കൂടി പോകാത്ത അതിഥികൾ കൂടിയുണ്ട്. സമയം അവസാനിക്കുന്നു. രേണുക പ്ലീസ്, ഒരു കാര്യം കൂടെ. വേണ്ട, ഒരു പത്രത്തിൽ വന്നു ജ്യോതി എന്ന് പറഞ്ഞ ഒരാളിനെ, അയാളുടെ അച്ഛനെ കൊന്നതിനെ പറ്റി പരാതി പോയിട്ട് 9.5 വർഷം അയാളെ ജയിലിലിട്ടു. PB സുരേഷ് കുമാർ സാറും സുധാ മാഡം കൂടെ ചേർന്നുള്ള വിധിയിൽ അയാളെ ഇറക്കി വിട്ടു. 9.5 വർഷം CBI അന്വേഷിച്ച് സ്വന്തം അച്ഛനെ കൊന്ന കാര്യം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് പരാതിയായി ചെന്ന കേസിനകത്തെ ജ്യോതി ജീവിച്ചിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ അടുത്ത ദിവസം ഇതേ സബ്ജക്ട് ചെയ്തിട്ട് ജ്യോതിയെ വിളിച്ചിട്ട് CBIയുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക. CBIയുടെ ക്രെഡിബിലിറ്റി എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താൻ നമുക്ക് സമയം കുറവായതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ എച്ച്മിക്കുട്ടി, ഈ സാഹചര്യം ഒന്ന് നോക്കൂ. ഇവിടെ പലർക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത് പുറത്തു പറയാൻ മടിച്ചു എന്ന് വരുന്നു. അപ്പോൾ തന്നെ CBIയുടെ ഈ കുറ്റപത്രത്തിൽ അവർ പ്രതി ചേർത്തു എന്നത് ഒരു അന്തിമ വിധിയായി, അല്ലെങ്കിൽ അത് അവരെ കുറ്റക്കാരാക്കാനുള്ള ഒരു കാര്യമായി കാണേണ്ടതില്ല എന്നതാണ് ഉദാഹരണങ്ങൾ സഹിതം റിട്ടയർഡ് SP ചൂണ്ടിക്കാട്ടുന്നത്. ലക്ഷ്മിക്കുട്ടി, കേൾക്കാമോ? കേൾക്കാം, പറയൂ. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം വന്നില്ല. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ പലരും ഇങ്ങനെ ഒരു സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് തുറന്നു പറയാൻ മടിച്ചതാണ്. നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണമായാലും സ്ത്രീകളുടെ അവകാശ പോരാട്ടമായാലും ഒക്കെ ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ഒരു 2 കുട്ടികൾക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് അമ്മയിലേക്ക് തിരിഞ്ഞാൽ ആ കുട്ടികൾക്ക് നീതി കിട്ടുക എന്ന ലക്ഷ്യത്തിൽ അത് തിരിച്ചടിയാകും എന്ന് കണ്ട് അതിനെ ശ്രദ്ധിക്കാതെ പോയവരുണ്ട്, അല്ലെങ്കിൽ അതിന് വില കൽപ്പിക്കാതെ പോയവരുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ ഇവിടെ CBIയുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്നത് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സക്കറിയ ജോർജും കാണിച്ചു തരികയായിരുന്നു. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? കുറ്റക്കാരാണ് എങ്കിൽ ആ അമ്മ അവർ കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ? അത് വെച്ച് വീണ്ടുമുള്ള മുതലെടുപ്പ് അവർ നടത്തുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതല്ലേ? അമ്മ കുറ്റക്കാരിയാണെന്ന് പൂർണ്ണമായിട്ടും തെളിയണം. അത് തെളിയാതെ CBI അങ്ങനെ ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. കുറ്റപത്രം അങ്ങനെ സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. പക്ഷെ അമ്മ പൂർണ്ണമായിട്ടും കുറ്റക്കാരിയാണ് എന്ന് തെളിയണം. ഇതില് ഇത്രയും എല്ലാവരും സംസാരിച്ചത് കേട്ടുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒരു സാധാരണ പൗര എന്ന നിലയ്ക്കും എനിക്ക് മനസ്സിലായത്, നമ്മൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കേസിനോടും വേണ്ടത്ര നീതി പുലർത്തുന്നില്ല. അത് ഒരു സാധാരണ പൗരയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ കുട്ടികൾക്ക് നീതി നീതി എന്ന് നമ്മൾ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് ഇനി ഒരിക്കലും നീതി കിട്ടുകയില്ല. കാരണം അവർക്ക് നീതി കിട്ടണമായിരുന്നെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കുറ്റങ്ങളിൽ നിന്ന് കുറ്റങ്ങൾ അവർക്ക്, അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരാതെയുള്ള ഒരു ജീവിതം, ഒരു സാധാരണ ജീവിതം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ നിയമത്തിനും, എല്ലാ ആക്ടിവിസ്റ്റുകൾക്കും എല്ലാവരും ചേർന്ന് അത് ചെയ്യാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറുമല്ല. അപ്പോ അവർക്ക് നീതി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഇനിയിപ്പോ ഉള്ളത് കുറ്റം ചെയ്ത ആളുകളെ ശരിയായി കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളതാണ്. ആ ശിക്ഷ നൽകുന്നതിലേക്കാണ് ഒരു സാധാരണക്കാരിയായ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ ആ ശിക്ഷ ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്നും ശരിയായ കുറ്റവാളികൾക്ക് അവർ അർഹിക്കുന്ന ശിക്ഷ നൽകാൻ സാധിക്കട്ടെ എന്നും മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അമ്മയാണോ കുറ്റം ചെയ്തത്, രണ്ടാനച്ഛനാണോ കുറ്റം ചെയ്തത്, അവര് സഹായിച്ചോ, ഇത്രയും പുകമറയുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഈ കേസിൽ. ഈ കേസ് വളരെ ക്ലിയർ ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കേസാണ്. അതിനാണല്ലോ പോലീസുകാരുള്ളത്. അത് CBI ആയാലും കേരള പോലീസ് ആയാലും കേന്ദ്ര പോലീസ് ആയാലും പോലീസുകാർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ പൂർണ്ണമായി ചെയ്തിട്ടില്ല. ആ കുറ്റവാളികളെ കണ്ടുപിടിക്കുകയും അവർക്ക്
പൂർണ്ണമായ ശിക്ഷ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അത് കുറ്റവാളി ആര് തന്നെ ആയാലും. ശ്രീ കുസുമം ജോസഫ്, ഇവിടെ ഇപ്പോൾ താങ്കൾ മറ്റ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന ആദ്യ ടേണിൽ സംസാരിച്ചപ്പോൾ താങ്കൾ പുറത്തു നൽകുകയുണ്ടായി. പക്ഷേ നോക്കൂ, ഈ കുറ്റപത്രത്തിലും പുതുതായി ആരെയും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പകരം ഈ അച്ഛനും അമ്മയും മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും പ്രതികൾ ഉണ്ട് എന്ന സംശയം ഇതോടുകൂടി അവസാനിക്കുകയാണോ? CBI എന്ന് പറയുന്നത് അവസാന വാക്കാണ് എന്നും സത്യം തെളിയുമെന്നും താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പൊ നമ്മളോട് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ CBI പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മളുടെ അഭയ കേസ് നമുക്കെല്ലാം അറിയാം. ഈ ജോമൻ പുത്തമ്പുരയ്ക്കല് ഒരുപാട് കാലം കൊണ്ട് നടന്നത്. CBI എത്ര തവണയാണ് ഈ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞത്? എത്ര വട്ടം. അവസാനം ഹൈക്കോടതി അതിഭയങ്കരമായി ശാസിച്ചപ്പോഴാണ് CBI പറയുന്നത് കൊല്ലപ്പെട്ടതാണ്, പക്ഷെ ഇതിലെ പ്രതികൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാനാണ്. കുസുമൻ ജോസഫ് മാം ഒറ്റ സെക്കൻഡ് എനിക്കൊന്ന് തരണം. തീർന്നിട്ട് സാറ് പറഞ്ഞു. അല്ല, ഈ പറഞ്ഞ കാര്യത്തോടെ അഭയ കേസ് ഒരു CBI തിരക്കഥ, രേഖകൾ സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 SP എഴുതിയ പുസ്തകമാണ്. മാം പറഞ്ഞതാണ് ഞാനിത് കാണിക്കുന്നു. ശരി, വലിയ ഉപകാരം, താങ്ക് യു. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഈ വീണ്ടും ഈ CBI N ബ്ലോക്ക് കുറ്റക്കാരാണെന്നോ അവര് മോശക്കാരാണെന്നോ അല്ല, പക്ഷെ അവരിൽ അവസരവാദികളും പണം വാങ്ങുന്നവരും പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവര് മനുഷ്യരാണ്. ഇനി വേറൊരു കാര്യമുള്ളത്, ഈ സോജനെ പറ്റി നമ്മൾ പറയുന്നു. സോജൻ ആണ് വന്നിരുന്ന് പറഞ്ഞത് ആ കുട്ടികൾ അത് ആസ്വദിച്ചിരുന്നു എന്ന്. ഇവിടെ വേറൊരു സംസാരിച്ച ആൾ പറയുന്നു ആ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളോട് പരാതിപ്പെട്ടിരുന്നു, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷേ ഈ സോജൻ തന്നെയാണ് പറഞ്ഞത് ആ 2 കുട്ടികളും ഈ ലൈംഗിക പീഡനം അവർ വലിയ തോതിൽ ആസ്വദിച്ചിരുന്നു എന്നും അവരങ്ങോട്ട് ചെന്ന് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഇടപെടുകയായിരുന്നു എന്നും സോജനാണ് പറഞ്ഞത്. ശരി, ആ സോജനെതിരെ പരാതിപ്പെട്ട അമ്മയുടെ കേസ് എന്തായി? ഈ അദ്ദേഹം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ട് അദ്ദേഹത്തിന് IPS കൊടുക്കാനുള്ള വ്യഗ്രത കൊണ്ടാണ് ഇത് ഇത്തരത്തിൽ വന്നത് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇനി പ്രതികളുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ 2 പ്രതിയെങ്കിൽ അപ്പൊ ഈ കുട്ടികളെ പീഡിപ്പിച്ചത് ഈ അമ്മ തന്നെയാണോ? അപ്പൊ നേരത്തെ സാറ് ചോദിച്ചതുപോലെ ഈ സ്പേം വന്നത് അമ്മയുടേതാണോ എന്ന് ചോദിച്ച അതേ ചോദ്യം ഞാനും എന്താണ് CBIയുടെ കുറ്റപത്രത്തിലെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുള്ളത് കൂടി പുറത്തു വരണം. അവരുടെ അവസാന കണ്ടെത്തലുകളുടെ വിവരങ്ങളും ഒക്കെ വരണം. എന്തായാലും ഒരു കുട്ടിയുടെ മരണം ഉണ്ടായതിനു ശേഷവും മറ്റൊരു കുട്ടി പീഡിപ്പിക്കപ്പെടാനും മരണത്തിലേക്കും തള്ളിവിട്ടതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ആ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും ആ രീതിയിൽ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ.